മന്ത്രിമാർ പാർട്ടിയെ അവഗണിക്കുന്നുവെന്നുള്ള പരാതികൾക്കിടയിൽ മുസ്ലിം ലീഗ് മന്ത്രിമാരുടെ നിർണായക യോഗം ഇന്ന് പാണക്കാട്ട് ചേരുകയാണ്. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് നിയമനവും PM ശ്രീയും അടക്കമുള്ള വിഷയങ്ങൾ ഈ യോഗത്തിൽ ചർച്ചയാവും. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിലാണ് യോഗം. മന്ത്രിമാർ ഉപജാപക സംഘങ്ങളുടെ പിടിയിലാണ് എന്നും പാർട്ടിയെ അവഗണിക്കുന്നു എന്നുമുള്ള വിമർശനമാണ് ഉയർന്നത്. സിനോജ് തോമസ് നമുക്കൊപ്പം ചേരുകയാണ്. സിനോജെ, ഗുഡ് മോർണിംഗ്. അപ്പോൾ 5 മന്ത്രിമാരുണ്ട്. ഇവരുടെ പേഴ്സണൽ സ്റ്റാഫ് നിയമനത്തിൽ MSFന് പരാതിയുണ്ട്, യൂത്ത് ലീഗിന് പരാതിയുണ്ട്. കഴിഞ്ഞ 5-10 വർഷം മർദ്ദനമേറ്റുവാങ്ങിയ, തെരുവിൽ സമരം ചെയ്ത നേതാക്കളെല്ലാം മറന്നിട്ട് മറ്റു പല ആളുകൾക്കും അവസരം നൽകിയെന്നുള്ള പരാതിയുണ്ട്. ഇനിയിപ്പോൾ ഈ മന്ത്രിമാരുടെ ചില പരസ്യ പ്രതികരണങ്ങൾ പോലും വലിയ വിവാദമായി മാറിയിരുന്നു. ഇപ്പോൾ KM ഷാജി, PK ബഷീർ അടക്കമുള്ള നേതാക്കൾ, KM ഷാജി PM ശ്രീക്ക് അനുകൂലമായി പറഞ്ഞ് ഈ അറബിക്കടലിൽ എറിയുമെന്ന് പറഞ്ഞ എല്ലാം അപ്പാടെ മറന്ന അവസ്ഥ. PK ബഷീർ ആണെങ്കിൽ ഊരാളുങ്കലിന് പോലും പിന്തുണ നൽകുന്നു. അപ്പോൾ ഇതിലെല്ലാം വലിയ ആശങ്ക അണികൾക്കിടയിൽ തന്നെയുണ്ട്. ഇതെല്ലാം ഇന്ന് ചർച്ചയാകുമോ? തീർച്ചയായിട്ടും. അതായത് മന്ത്രിസഭാ യോഗം, ഈ മന്ത്രിസഭാ രൂപീകരണത്തിന് 2 മാസം തികയുന്ന വേളയിലാണ് ഇത്തരത്തിൽ ഷിഹാസ് പാണക്കാട് തങ്ങൾ ഇത്തരത്തിലൊരു ചായ സൽക്കാരം എന്ന പേരിൽ ഈ മന്ത്രിമാരുടെ യോഗം ഒരുമിച്ച് വിളിച്ചിരിക്കുന്നത്. അതായത് വിവാദം ഒഴിവാക്കാൻ വേണ്ടിയാണ് ചായ സൽക്കാരം എന്നൊരു പേര് ഇട്ടിരിക്കുന്നത്. പക്ഷേ ഇതിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഷിഹാസ് പറഞ്ഞത് തന്നെയാണ്. കാരണം ഈ 2 മാസം തികയുന്ന വേളയിൽ അണികൾക്ക് വലിയ അതൃപ്തിയുണ്ട്. കാരണം മന്ത്രിമാരെ വിളിച്ചാൽ പരിപാടികൾക്ക് വരുന്നില്ല, വേണ്ട രീതിയിൽ സംസാരിക്കുന്നില്ല, മറുപടി നൽകുന്നില്ലെന്ന് പരാതി അണികൾക്കിടയിലുണ്ട്. പ്രത്യേകിച്ച് യൂത്ത് ലീഗിന്റെ ഇടയിലൊക്കെ തന്നെ പരാതികളുണ്ട്. കാരണം കഴിഞ്ഞ 10 വർഷം കാത്തിരുന്നിട്ടാണ് UDFന് അധികാരം ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ അണികൾക്ക് വലിയ പ്രതീക്ഷയായിരുന്നു. UDF അധികാരത്തിലെത്തുമ്പോൾ വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ ആ പ്രതീക്ഷയ്ക്കൊത്ത് ഈ മന്ത്രിമാർക്ക് ഉയരാൻ സാധിക്കുന്നില്ലെന്നൊരു വിമർശനം ഉയർന്നു കഴിഞ്ഞു. അതോടുകൂടിയാണ് പാണക്കാട് തങ്ങൾ തന്നെ 5 മന്ത്രിമാരെ പാണക്കാട്ടേക്ക് വിളിച്ച് രാവിലെ 9 മണിക്ക് ഓരോ ചായ കുടിച്ച് പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാമെന്ന് കരുതിയിരിക്കുന്നത്. ഏതായാലും ഈ വിഷയങ്ങൾ, പ്രത്യേകിച്ച് അണികൾ ഉയർത്തിക്കൊണ്ടുവന്ന പരാതികളൊപ്പം തന്നെ ഈ വിവാദ വിഷയം PM ശ്രീ, അതോടൊപ്പം തന്നെ ഈ പേഴ്സണൽ സ്റ്റാഫ് നിയമനം, അതായത് സമരം ചെയ്ത് ജയിലിലായവർക്ക് പോലും പേഴ്സണൽ സ്റ്റാഫിൽ അംഗത്വം നൽകുന്നില്ല എന്നൊരു പരാതിയെ യൂത്ത് ലീഗ് കഴിഞ്ഞ ദിവസം മലപ്പുറം ജില്ലാ പ്രവർത്തക സമിതിയിൽ ഉയർന്നു വന്നിരുന്നു. കാരണം അത് യാഥാർത്ഥ്യം തന്നെയാണ്. പല ആളുകളും വലിയ പ്രതീക്ഷയോട് കാത്തിരുന്നു. പക്ഷേ അവർക്ക് വേണ്ട അർഹതപ്പെട്ട പരിഗണന പാർട്ടിയിൽ നിന്ന് ലഭിച്ചിട്ടില്ലെന്ന ആക്ഷേപം അവിടെ നിലനിൽക്കുന്നു. അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ MLA-മാർ നൽകുന്ന പരിഗണന പോലും ലീഗിന്റെ മന്ത്രിമാർ നൽകുന്നില്ലൊരു ആക്ഷേപം പാർട്ടിക്കുള്ളിലുണ്ട്. അതൊക്കെ തന്നെ പാണക്കാട് തങ്ങൾ നേരിട്ട് മന്ത്രിമാരെ അറിയിക്കും. അത് മാത്രമല്ല, അന്ന് മന്ത്രിമാരെ പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിൽ തിരുവനന്തപുരത്ത് വെച്ച് പാണക്കാട് തങ്ങൾ പറഞ്ഞതാണ്, മന്ത്രിമാരുടെ പ്രവർത്തനം വിലയിരുത്തും, പെർഫോമൻസ് നോക്കും, അത് വിലയിരുത്തിയായിരിക്കും മുന്നോട്ട് പോവുകയെന്ന് പറഞ്ഞിരുന്നു. കാരണം 2.5 വർഷത്തിന് ശേഷം ഒരു മന്ത്രിയെ മാറ്റും എന്ന് പറഞ്ഞ ഘട്ടത്തിൽ ആരെ മാറ്റുമെന്ന് അന്ന് പാണക്കാട് തങ്ങൾ പറഞ്ഞിരുന്നില്ല. കോഴിക്കോട് നിന്നുള്ള കുറ്റ്യാടി MLA പാറക്കൽ അബ്ദുള്ളയെ മന്ത്രിയാക്കുമെന്ന് മാത്രമാണ് അന്ന് പറഞ്ഞത്. പക്ഷേ ഈ 5 പേരിൽ ആരെ ഒഴിവാക്കുമെന്ന് പറഞ്ഞിരുന്നില്ല. പ്രവർത്തന മികവ് കുറവുള്ള ആളെയായിരിക്കും ചിലപ്പോൾ ഒഴിവാക്കുക. ഏതായാലും 2 മാസത്തെ ഒരു ഓഡിറ്റിംഗ് പാണക്കാട് തങ്ങൾ തന്നെ നേരിട്ട് മന്ത്രിമാരെ വിളിച്ച് നടത്താൻ വേണ്ടി പോവുകയാണ്. അതോടൊപ്പം തന്നെ PM ശ്രീ വിവാദത്തിൽ മന്ത്രിമാർ സ്വീകരിച്ച നിലപാടൊക്കെ തന്നെ വലിയ ചോദ്യം ചെയ്യപ്പെട്ടിരുന്നു. അതൊക്കെ തന്നെ വിശദമായി ഇത് പാണക്കാട് ചർച്ച ചെയ്യുകയും ചെയ്യും. ശരി സിനോജ്, അപ്പോൾ രാവിലെ 9 മണിയോടുകൂടി പാണക്കാട്ട് തറവാട്ടിലേക്ക് 5 മന്ത്രിമാരും എത്തും. അവിടെ ആയിരിക്കും ഒരു ചായ കുടി സൽക്കാരവും തുടർന്നുള്ള രാഷ്ട്രീയ ചർച്ചകളും ഉണ്ടാവുക.